ഹലോ ഫാമിലി, ഞാൻ ഇതിനു മുമ്പ് നമ്മളെ കൊച്ചിയിൽ നിന്ന് ഒരു ചേച്ചി വന്നിട്ട് എൻ്റെ തുണി മടക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അന്ന് ആ ചേച്ചിനെ ഒന്ന് രണ്ട് പേരൊക്കെ വിളിച്ചായിരുന്നു കേട്ടോ. ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ ഫോളാക്കിയായിരുന്നു, അയ്യോ ചേച്ചി പണിയുണ്ട് ഇവിടെ വാ എന്നൊക്കെ പറഞ്ഞ് തലേ ദിവസം പണിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള വൃത്തികേടുകളൊക്കെ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. കാരണം എനിക്ക് ഇവിടെ ഒരു പണിക്കാരുണ്ട്, അറിയാലോ, ഇവിടെ എനിക്ക് സർവൻ്റ് ഉണ്ട്, ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, എനിക്ക് സർവൻ്റ് ഉണ്ട്. ആ സർവൻറ്റിനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ എനിക്ക് ചെയ്യാവുന്നതാണ് ഈ തുണി മടക്കലും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നിട്ടും നമ്മൾ കാരണം ഒരാൾക്കൊരു വരുമാന മാർഗം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് 1 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണെങ്കിലും ഈ ചേച്ചി കൊച്ചിയിൽ നിന്ന് കഴിഞ്ഞ 10 വർഷമായിട്ട് വർഷത്തിൽ 2 വട്ടം ഞാനിങ്ങനെ തുണികളെല്ലാം അടക്കി പറിക്കാനും സെപ്പറേറ്റ് ആക്കാനൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടാത്ത സാധനങ്ങളും കാര്യങ്ങളും നമുക്ക് എത്തിക്കേണ്ട സ്ഥലത്ത് അവർക്ക് ആവശ്യമുള്ളവരെടുത്ത് കൊച്ചിയിൽ പാവം പിടിച്ച ആൾക്കാരോ കൊടുക്കാനില്ലാത്തവർക്കോ ഒക്കെ ഈ ചേച്ചി എത്തിച്ചോളും. അവരവർക്ക് വേണ്ടത് അവരവരെടുത്തിട്ട് വേറെ ആർക്കാണോ അത് നശിപ്പിച്ച് കളയാതെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ കാരണം ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് തുണി മടക്കാൻ അറിയാത്തതുകൊണ്ടോ ഒന്നുമല്ല. പക്ഷെ വർഷത്തിലൊരു 2 വട്ടമെങ്കിലും നമ്മൾ വിളിച്ചത് ചെയ്യിപ്പിക്കോട്ടോ. തുണി മടക്കുന്നത് നമ്മളുടെ തുണിക്കടയിലെ പോലെയല്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ റോൾ ചെയ്ത് നല്ലോണം പതിച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്യോട്ടോ. അതേ നോക്കി ആദ്യം കബോർഡ് ഇങ്ങനെ കുഴഞ്ഞു പറഞ്ഞിരിക്കണം. ഇപ്പോൾ കുറേ കാലിയായിക്കണുണ്ട്. കുറേ നമുക്ക് വേണ്ടാത്ത ഡ്രസ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഉടുക്കാതെ വെച്ചിരിക്കുന്ന നല്ല ഡ്രസ്സുകൾ വരെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കൊടുത്തു വിട്ടിട്ട് ആ ചേച്ചിക്ക് മക്കൾക്ക് ആവശ്യമുള്ള എടുത്തിട്ട് വേറെ ആർക്കാണോ അർഹതപ്പെട്ടവർ അവർക്ക് എത്തിക്കാറുണ്ട് കേട്ടോ. അതാണ് നമ്മൾ ആദ്യം തിങ്ങി നിറഞ്ഞ് കുഴഞ്ഞിരുന്ന അലമാരി ഒതുക്കി കഴിഞ്ഞപ്പോൾ കുറേ സ്പേസ് ഒക്കെ ഉണ്ട്. അല്ലാതെ വന്നിട്ട് ചേച്ചി കുറേ ഡ്രസ്സ് പാവങ്ങൾക്ക് കൊടുത്തൂടെ എന്ന് പറയരുത്. ഞാൻ കൊടുക്കേണ്ടവർക്ക് എത്തിക്കാറുണ്ട്. അതൊരു പബ്ലിസിറ്റി പോലെ ഇവിടെ കമൻ്റ് ഇട്ട് നിങ്ങൾക്ക് ഡ്രസ്സ് വേണ്ടവർ കമൻറ്റ് ചെയ്യൂ എന്ന് പറയുന്ന സംഭവം ഞാനിവിടെ ചെയ്യാത്തത്. എൻ്റെ പൊന്നുമക്കളെ, ഞാൻ കുറേ ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. അഹങ്കാരം എന്നൊക്കെ നിങ്ങൾ പറയും, സത്യം. കുറേ സാധനങ്ങൾ മേടിച്ചിട്ട് കാണാതെ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയിട്ടുണ്ട്. ഈ റൂമിലുള്ള കബോർഡിൽ ശരിക്കും പറഞ്ഞാൽ ജീൻസിൻ്റെ ടോപ്പുകളും ജീൻസ് മിഡി ജാക്കറ്റൊക്കെ ഉണ്ടോ, ഇതെല്ലാം ജീൻസിന് ഉപയോഗിക്കുന്ന ടോപ്പുകളാണ് കേട്ടോ. ചെറിയ ചെറിയ ടോപ്പുകളും ടീഷർട്ടുകളൊക്കെയാണ്. താഴെ ഇരിക്കുന്നതാണ് ജീൻസും ഇതൊക്കെ കേട്ടോ. അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചു. മറ്റേത് ജീൻസും മിഡിയും എല്ലാം കൂടി മിക്സ് ആയിട്ട് എടുക്കണമായിരുന്നു. നമുക്കിങ്ങനെ ഇതൊക്കെ മിഡികളും പിന്നെ കുറേ വൂളൻസ് ജാക്കറ്റ്സ് അങ്ങനത്തെയൊക്കെ ഉണ്ടോ. ഇപ്പോൾ നമുക്ക് ഇത്രയും മാക്സിമം നമ്മൾ കബോർഡുകൾ ചെയ്യുന്നതുകൊണ്ട് ഇത് ഉള്ളിലവിടെ ഒതുങ്ങിയിരുന്നോളും. ബ്ലൗസുകൾ, ലെഗിങ്സുകൾ, അണ്ടർ സ്കേർട്ടുകൾ എല്ലാം ഇങ്ങനെ പെട്ടിയിലൊക്കെ ആക്കി വെച്ച ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ വീട് പണിതപ്പോൾ മാക്സിമം കബോർഡും വാർഡ്രോബുകളൊക്കെ വെച്ചതുകൊണ്ട് ഉപകാരമായി. ഇതാണ് എൻ്റെ ഇഷ്ടലോകം, എൻ്റെ സാരി. മിക്കവാറും സാരിക്ക് വേണ്ടി ഞാൻ വേറെ അലമാരി പണിയേണ്ടി വരും. കുറേ സാരീസൊക്കെ കൊടുത്തിട്ടാ പലരും ഇതൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കാണാത്ത സാരി വരെ ഉണ്ട്. ഈ ടാഗൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. പിന്നെ കോട്ടൺ സാരി സെപ്പറേറ്റ്, പിന്നെ ലിനൻ സാരി സെപ്പറേറ്റ്, അങ്ങനെ തളർന്നുകൊടിഞ്ഞ് കിടക്കണ ജോർജ് സാരി സെപ്പറേറ്റ് ഒക്കെ വെച്ചു ആദ്യമേ. പിന്നെ സ്ഥലവും ഇല്ലാതായപ്പോൾ അവളുടെയൊക്കെ എടുത്ത് വെച്ചിടാ. മൊത്തം ഇരുട്ട് കണ്ടില്ലേ, അപ്പം തന്നെ മനസ്സിലായില്ല. എനിക്ക് ലൈറ്റ് കളേഴ്സ് ഇഷ്ടമല്ല, ഡാർക്ക് കളേഴ്സാണ് കൂടുതൽ ഇഷ്ടം. ബ്ലാക്കുകൾ മാത്രം ഒരുമിച്ച് വെക്കട്ടെ എന്ന് ചോദിച്ചിട്ടാ. ബ്ലാക്കുകൾ മാത്രം ഒരുമിച്ച് വെച്ചാലുണ്ടല്ല മൊത്തം ഇരുട്ടായി പോകും. ഞാൻ ചിലപ്പോൾ ഡോറൊക്കെ തുറക്കുമ്പോൾ ലൈറ്റൊക്കെ വെക്കേണ്ടി വരും. പിന്നെ നമ്മുടെ റോണപ്പൻ്റെ മുറിയാണെങ്കിലും റോണപ്പൻ ഹോസ്റ്റലിലേക്ക് കംപ്ലീറ്റ് ഡ്രസ്സ് കൊണ്ടുവരുന്നുണ്ട്. ഇതേ ഇച്ചിരിക്കോളം ഒരു കുഞ്ഞി കബോർഡ് അവന് ആവശ്യമുള്ളൂ കേട്ടോ. കുറച്ച് ഡ്രസ്സ് മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കി എല്ലാം ഹോസ്റ്റലിലിട്ട് കൊണ്ടുപോയി. ഇത് നമ്മുടെ സെറ്റും മുണ്ടും സെറ്റ് സാരി അങ്ങനെയൊക്കെ ഇതിലും ഉണ്ട് കേട്ടോ. ഉടുക്കാത്തതൊക്കെ അഹങ്കാരമായിട്ട് കരുതരുത്. ഞാൻ എപ്പോഴെങ്കിലും കൊടുക്കാറുണ്ട്. കാരണം എനിക്ക് ഡ്രസ്സ് കൂടുതൽ വേണമുള്ള. അതേ താഴെ കുഴഞ്ഞു പറഞ്ഞ് കിടക്കുന്ന ബ്ലൗസുകളാണ് ഉണ്ടാവും. ബ്ലൗസുകളൊന്നും മടക്കണ്ടെന്ന് പറഞ്ഞു. കാരണം ഞാനൊരു ബ്ലൗസ് എടുക്കാൻ വരുമ്പോൾ വലിച്ച് താഴെ ഇടും. പിന്നെ താഴത്തെ മുറിയിലാണ് നമ്മൾ വീട്ടിലുടുക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചേക്കണം കേട്ടോ. വീട്ടിലുടുക്കണതിൽ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ മാറ്റാനായിട്ട്. ഇതെല്ലാം ഞാൻ ഇടുന്ന ഫ്രോക്കുകൾ, നൈറ്റികൾ, ചെറിയ ഉടുപ്പുകളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ വള്ളിയൊക്കെ തൂങ്ങിക്കിടക്കണുണ്ട്, അവൾ കാണണ്ട. പിന്നെ കൂടുതലും ട്രാക്ക് പാൻറ്, ട്രൗസർ, ടീഷർട്ട്, പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന പാൻറ്റുകളൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്. ഇത് എൻ്റെ അമ്മയ്ക്ക് ഒരു റാക്കുണ്ട്. എൻ്റെ അമ്മയ്ക്ക് പുറത്തിടുന്ന ഡ്രസ്സൊക്കെ ആയിട്ട് വെച്ചേക്കണത്. പിന്നെ ഏറ്റവും താഴെ നമ്മൾ ഇന്നർ വെയറും കാര്യങ്ങളൊക്കെ ഒരു ഡ്രോയിൽ ഇട്ടിട്ടുണ്ട്. അതങ്ങനെ മടക്കിയൊന്നുമില്ല കേട്ടോ, അതങ്ങനെ ഡ്രോയിലിട്ട്. പിന്നെ അതേ ഇനി കാണിക്കുന്ന കബോർഡിലില്ലേ ഞാനില്ലേ നല്ല നല്ല വിലക്കുറവിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല, എനിക്ക് മടിയായിട്ട്. അപ്പോൾ വീഡിയോ ചെയ്യാട്ടോ, അത് കയറി കാണണേ. അടിപൊളി ഓഫറിൽ കിട്ടിയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു കുട്ടി വ്ളോഗായിരുന്നു നിങ്ങളോട് ഇതൊക്കെ പറയാൻ വേണ്ടി വന്നാൽ. ബൈ ബൈ.